എവിടെ ലൈൻ കൊടുക്കാനേ? വയറ് കണക്ട് ചെയ്യുന്നേ? ലൈൻ കൊടുക്കാനല്ല, ലൈൻ കെടുത്താൻ. കെടുത്താനോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെടുത്തേ. ഏത്? അത് ഇന്നാ ആ ടൈമർ എടുക്ക. ടൈമർ ഇതാ. ഇത് എന്തിനാ? അലാറം വെക്കാനാ? നിന്നെ ഉണർത്താൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? 8:30 വരെ നീ ഉറങ്ങുമോ? രാവിലെ 7 മണിക്ക് ജഡ്ജി ഡാർജിലിംഗ് പോകുന്ന അറിയില്ലേ? അതിനല്ലേ വണ്ടി വന്ന് കിടക്കുന്നേ. ആ വണ്ടിക്കടിയിൽ വെക്കാനാ ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത്. ബോംബോ? അപ്പൊ വെടിവെക്കൽ മാത്രമല്ല പണി, കൊല്ലുന്നതിന്റെ പണി. എങ്ങനെ വന്നാലെന്താ? കറക്റ്റ്, ന്യായമായ ചോദ്യം. അല്ല, എന്താ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കയ്യെ ഗ്ലൗസ് ഇട്ടിരിക്കുന്നേ? കയ്യടയാളം പതിയില്ലേ? ബുദ്ധിയുള്ള കൊലയാളിയാ. അതെ, ഇത്ര നേരം ഞാൻ എടുത്തു തന്നപ്പോ എന്റെ അടയാളം പതി. എന്താടാ ആ ബോംബ് വെച്ചതിന് തെളിവ് വേണ്ടേ? എണീറ്റ് വാ. അപ്പൊ നീ വെക്കുന്ന ബോംബ് ഞാൻ വെച്ച പോലെയാ? അയ്യോ, മിണ്ടാതെ കിടന്നാ മതിയായിരുന്നു, ഞാൻ തന്നെ വന്ന് കുടുങ്ങി. അരമണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള ഞാൻ വണ്ടിക്കടിയിൽ പോവാം. നീ എന്റെ പുറകെ വന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പോടാ. അയ്യോ, എന്താ തിരിച്ചു വന്നാ? എന്താ അവിടുന്ന്? ഇവനെന്താ കൊരങ്ങനേക്കാൾ മോശമായിട്ട് ചാടുന്നേ? ഇതൊക്കെ കൊരങ്ങന്മാര് കണ്ട നാണക്കേട് കാരണം ഒരു ആത്മഹത്യ ചെയ്ത് കളയും. അതിരിക്കട്ടെ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. വീടിന്റെ പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. വേഗം പോയി നോക്ക്. വേഗം 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 പോ. സാർ, അവൻ വണ്ടിയുടെ ബോംബ് സെറ്റ് ചെയ്യുന്നു. പണി തുടങ്ങി കഴിഞ്ഞു. കുറ്റം എന്റെ തലയെ വെച്ചിട്ട് ബോംബ് വെക്കുമല്ലേ? ജഡ്ജിനൊപ്പം എത്ര പേര് ആകുമോ? ഇവിടെയാണോ പോകുന്നേ? ഞാൻ അതിനല്ല. അയാള് വന്ന എന്നെ കണ്ടില്ലെന്ന് പറ. അയാള് തന്നെ ആ ഇളയമാൻ ലൂസ്. ഞാൻ പോയി ഒളിക്കട്ടെ. എവിടെ പോളിക്കാൻ? ആ വണ്ടിയുടെ അടിയിലും. അയ്യോ, അവിടെ തന്നെ പോയി ഒളിക്കണോ? അയ്യോ, പോയി. അയ്യോ, നീ ഇവിടെ എന്തെടുക്ക? ഇവിടെ ഞാനാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച എന്നെ വന്നപ്പോ പഞ്ചറാക്കും. ജഡ്ജി നാളെ പോകാൻ പോവല്ലേ? അദ്ദേഹത്തിന് ആടിന്റെ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. എന്റെ മച്ചാനെ വെക്കാൻ അറിയാത്തോണ്ട് എന്നോട് വെക്കാൻ പറഞ്ഞ് ശല്യപ്പെടുത്തുക. എന്റെ കൈ മുറിഞ്ഞത് കാരണം ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും വിടുന്നില്ല. ഞാൻ വെളിയിലേക്ക് ഓടി വന്നപ്പോ ഈ വണ്ടി കണ്ടു. അടി കയറി വിളിച്ചതാ. ഇപ്പൊ കുട്ടി കണ്ടുപിടിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കെ? ഉള്ളി പോയി രണ്ടുപേരും കൂടി എന്നാ ചെയ്യുവാ? അയ്യോ, നീയോ? അവളെ കണ്ടോ? എവളെ? എന്റെ വുഡ്ബി താരയെ. ആ, കണ്ടു. കണ്ടില്ല. കണ്ടോ? കണ്ടില്ലേ? കണ്ടടാ. എവിടെ പോയി? അത് ഇങ്ങനെ നേരെ പോയി അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ട് എന്തിനാ ഇങ്ങനെ പോയി അങ്ങോട്ട് ഓടിയേ? അതെനിക്കറിയത്തില്ല, പക്ഷെ അങ്ങോട്ടാ പോയത്. നേരെ തന്നെ പോവല്ലോ. അങ്ങനെയും പോവായിരുന്നു. ഹലോ ബേബി. വാട്ട് ബേബി? എന്താ ഇനി ഒച്ച വെക്കാത്ത? ഞാനെന്തിനു ഒച്ച വെക്കണം? അകത്താരുമില്ലേ? ആരുമില്ലല്ലോ. എവിടെ പോയി കാണും? നീ ആരെയാ നോക്കുന്നേ? ഞാൻ അളിയനെ നോക്കുക. ശരി, ഞാൻ അപ്പുറത്ത് പോയി നോക്കാം. അളിയ, എന്താ ഇത്? 2 വയസ്സത്തെ കുട്ടി തന്നെയാ. നീ ഉണ്ടല്ലോ 2 വശത്ത്. ഞാൻ ചുറ്റി വന്നതാ. ഞാൻ ഉരുണ്ട് വന്നതാ. നീ ആരോടാ സംസാരിക്കുന്നേ? നീയോ? അതെ, നീ താരയെ നോക്കി പോയപ്പോ വഴിയിൽ ആ റാസ്കലിനെ കണ്ടായിരുന്നു. ഏത് റാസ്കലിനെ? അവൻ തന്നെ എന്നെ എപ്പോഴും പറ്റിച്ചു കുറ്റിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്റെ അളിയൻ റാസ്കൽ. നീ അളിയനെ തിരയുന്നു, പക്ഷെ ഈ ഞാൻ എന്റെ പെണ്ണിനെ തിരയുന്നു. നീ എന്തിനാ തിരയുന്നേ? എന്റെ കഴിവ് തെളിയിക്കാനാ. എടാ, എന്താണേലും തെളിയിക്കാൻ നേരവും കാലവും ഇല്ലടാ. നിന്നെ പോലെ അറിവ് കെട്ട വൃത്തികെട്ട ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക്. ആരെ ചീത്ത പറയുന്നേ? ഞാൻ എന്റെ അളിയനെ ചീത്ത വിളിച്ചതാ. ഓ, കേട്ടോ നിന്റെ മച്ചാൻ നിന്നെ ചീത്ത പറയുന്നേ? സാരമില്ല, പാവല്ലേ. ഒരു ഡ്യൂറ്റ് സോങ് അവളെ കേൾപ്പിക്കണമെന്ന് ട്രൈ ചെയ്യുമ്പോ അവൾ എസ്കേപ്പ് ആയി പോകുന്നു. അത് ഇന്നലേക്ക് നാളെ കേൾപ്പിക്കാമല്ലോ. അവള് കേട്ടാലും ഇല്ലേലും നീ അത് കേൾക്കണം. എന്താ അവിടെ ശബ്ദം? അയ്യോ, നീ എവിടെയായിരുന്നു? അകത്തായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? സെറ്റ് ചെയ്യുമായിരുന്നു. എന്ത് ബോംബ്?
സെറ്റ് ചെയ്തോ? ഏത് ഗ്യാപ്പിലാടാ ചെയ്തേ? ഏത് ഗ്യാപ്പിച്ചതിലും നിനക്കെന്താടാ ബുദ്ധിയില്ലാത്തന്നെ, ബോധമില്ലാത്തന്നെ, റാസ്കൽ. നാളെ ആരുടെ ജീവൻ ആരെടുക്കുമെന്ന് നോക്കിക്കോടാ. പോകാം. വാ. പണി കിട്ടി. നാളെ ദൂരേന്ന് നോക്കാം ഇത് അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന്. ആദവാ, ആദവാ, എല്ലാരും ചാകുവേടാ. ഇപ്പഴെന്തിനാ കാരണേ? 8:30 പൊട്ടു. എത്ര മണിയെന്ന് പ്രശ്നമല്ലടാ, എത്ര പേരെന്നതാ പ്രധാനം. വന്ന് നോക്കടാ, ആ വണ്ടിയിലുള്ള ആളുകളെ വന്ന് നോക്ക, അവിടെ നോക്കടാ, നോക്ക്, അവിടെ നോക്ക്. വലുത് മുതല് ചേർന്ന് വരും ഒരു കുടുംബം മുഴുവൻ സീറ്റുണ്ട്. ഇവർക്ക് എന്ത് പാവാടാ ചെയ്ത് കണ്ടോടാ. നിനക്ക് പോലെ ഉള്ളിന്റെ ഉള്ളിൽ കരച്ചിന് വരുന്നു. എന്താടാ കരഞ്ഞോണ്ടിരുന്നവൻ പെട്ടെന്ന് ചിരിക്കുന്നേ? ജഡ്ജ് ജഡ്ജ് കയറുന്നതിനാണോ സന്തോഷിക്കുന്നത്? കുടുംബം മൊത്തം കയറിക്കൊണ്ടിരിക്കുക. അതായുള്ള തലവിധി, കുടുംബമായിട്ട് ചാകണമെന്ന്. ഒരു ക്രൂരമായ കാര്യം എത്ര കൂളായിട്ടാ പറയുന്നത്. അയ്യോ, ഇത് ഡാർജിലിംഗിൽ കൊണ്ടുവന്ന് പാടാൻ പോവാണോ? പിന്നല്ലാതെ. അയ്യോ, ഇതിന്റെ ശബ്ദം കേട്ടെന്റെ തലയ്ക്ക് വട്ടുപിടിച്ച് ചാകണം തോന്നുന്നു. ഞാൻ ഇവിടെ പോയാലും ശരി, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല, മരണമില്ല. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാം അറിയുമെന്ന് പറയാറുണ്ട്. അങ്ങോട്ട് ഇരിക്കുന്ന കുടുംബത്തിന് അതെല്ലാം മനസ്സിലായോ? എവിടെ? ബാനർജിയെ കണ്ടില്ലല്ലോ. എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതാ ഇവിടെ നിൽപ്പുണ്ടമ്മേ. എന്നെ കൊല്ലാൻ നോക്കുന്നു നീ. അത് നടക്കില്ല, ഞാനിവിടെ ഇല്ല. അയ്യോ, എന്നെ ഞാൻ തന്നെ കാട്ടിക്കൊടുത്തു. ഇപ്പൊ തന്നെ കൊണ്ടുവരാമേ. ഞാൻ വരില്ല. എന്നെ അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ. എല്ലായിടത്തും വെച്ചല്ലേ? എന്താ അമ്മേ, എന്റെ മച്ചാനെ നിങ്ങളോട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ? ഗുഡ് ഐഡിയ. ബാനർജി, നീ ഞങ്ങളുടെ കൂടെ വായോ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ കൂടെ വരാൻ വിളിച്ചതല്ലേ? നീ എനിക്കിട്ട് പണി വന്നില്ലേടാ. മസാലപ്പൊടി, മുളകുപൊടി എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട് മോളെ, വെച്ചു. ഇത് ഞാൻ അവിടെ വന്നപ്പോ ചോദിക്കായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടാണോ പറയുന്നത്? എന്റെ അമ്മ വിളിച്ചത് കേട്ടില്ലേ? നീ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വാ, ഒരുമിച്ച് പോവാം. അയ്യോ, എല്ലായിടത്തും ഒന്നിച്ച് പോകണമെന്ന് ആലോചിച്ചാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ പാചകം ചെയ്യാൻ ആള് കാണും, എടുത്ത് വളർന്ന ആള് വേണം. ഉണ്ടെങ്കിലല്ലേ. നല്ല ആഹാരം വേണം. അയ്യോ, എല്ലാ കാര്യവും നോൺസിങ് ആയി പോകും. വണ്ടി കയറാ. ഞാൻ തുണി മണി ഒന്നും എടുത്തു വെച്ചു സാർ. അപ്പൊ നേരത്തെ എടുത്ത് വെച്ചത് നിന്റെ തുണിയല്ല? അല്ല, എല്ലാം നിങ്ങളുടെ തുണിയാ വെച്ച. എന്തിനാടാ ഇത്ര വലിയ സാർ കത്തുന്നു? അകത്ത് പാല അല്ല, അല്ലല്ലോ, കൊല വൈറവി എല്ലാം തീർന്നിട്ട് ഒരു ബസ് ഓരോ പിടിച്ച് ആരൊക്കെ വന്നേക്കാം. ഏയ്, ചുടുന്നതും വേവിക്കുന്നതെല്ലാം നിന്റെ അളിയൻ നോക്കിക്കോളും. അവൻ നിന്നേക്കാ ബുദ്ധിശാലി. അതെനിക്കറിയാലോ. നന്നായിട്ട് പോയിട്ട് പോകാൻ വെച്ചാ. എവിടെ വരാനാ? പോലീസ് ഇത് വിട്ട പിന്നെ എനിക്ക് ചാൻസ് കിട്ടൂല. സോറി സാർ, വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. സാരമില്ല, എനിക്ക് എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്തു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ സാർ പോയേനെ. ഇപ്പൊ പിന്നെ ഏയ്, നീ എന്തിനോട് നിൽക്കുന്നേ? അകത്ത് പോ. അയ്യോ, ബസ്സിനകത്ത് പോകാനാ പറഞ്ഞ മച്ചാ. നീയും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇപ്പോഴും നീയാ? മുരുക, വെള്ളം എടുക്കാൻ മറന്നുപോയി, കൊണ്ടുവാ. ഇതാ കൊണ്ടുവരാ. സെക്യൂരിറ്റി, ഇവിടെ വാ. സാർ, വണ്ടി നല്ലോണം ചെക്ക് ചെയ്തല്ലോ? രാവിലെ തന്നെ ശരിക്ക് ചെക്ക് ചെയ്തു സാർ. ഇവരെ പോലുള്ളവർ കാരണം ബോംബ് പൊട്ടുന്നത്. സർ, യുവർ എസ്കോർട്ട് ഈസ് റെഡി. സേഫ് ജേർണി സർ. താങ്ക് യു. ഓക്കെ. ഡേയ്, എന്താ? ഡേയ്, ഇത് കമ്മീഷണറാ. അതറിഞ്ഞോണ്ട് എന്നെ വിളിച്ചേ സാർ. ഡേയ്, എന്തിനാണ് എന്നെ തനിയെ വിളിച്ചോണ്ട് വന്നേ? സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒളിക്കാതെ പറ. പറയാം സാർ, ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട. ഇവിടെ മുരുക, എന്താടാ, എന്തോന്നാ ബാ എന്ന് പറഞ്ഞു നിർത്തിയേ? എന്നാണോ പറഞ്ഞേ? എങ്കിലും പറയാമല്ലോ സാർ. വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കയ്യെ തൊപ്പിയോ? ഇതിനു വേണ്ടി ഒരു കമ്മീഷൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ചരക്കിനെ വിളിക്കുന്ന പോലെയാണോ വിളിക്കുന്നത്? വഴിയിൽ യാതൊരു വക തടസ്സവും ഉണ്ടാവല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കും. പുറപ്പെടുമ്പോ തന്നെ നല്ല ശകുനം. മണി 8:30 ആയോ? അയ്യോ, പട്ടി 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 പൊട്ടിന്ന് കേട്ടിട്ട് കൈ കൊട്ടുന്നേ. അയ്യോ, ടി വി പാല് ബോംബ് പൊട്ടുന്ന പടമാണല്ലോ ഇട്ടേക്കുന്നത്. അതെ, ഒരു ഭക്തി പടവിട്ട് കാണിച്ചുകൂടായിരുന്നോ പോണത്? ഭക്തി പടവിടാനായിട്ട് മിണ്ടാതിരിക്കടാ. അയ്യോ, ആ തീറ്റപ്രാന്തം കേൾക്കുന്നില്ല. ദൈവമേ, വെച്ചവനെ തന്നെ ബോംബെടുക്കാൻ ഏൽപ്പിച്ചല്ലോ. അതെ, വണ്ടി നിർത്ത, വണ്ടി നിർത്ത, വണ്ടി നിർത്ത. ഓണടിക്കുന്നു, വണ്ടി നിർത്ത. പോലീസ് ഓഫീസർ ഓണടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്താം.
എന്താ കമ്മീഷൻ എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? എല്ലാം ഈ മണ്ടൻ ബാനർജി കാരണമാ. ഞാനോ ഇവന്റെ മച്ചാൻ മുരുകൻ പറഞ്ഞത് നന്നായി. വെച്ചത് തന്നെ അവനാണ് സാർ. ഏയ്, മഫ്ലർ സെറ്റ് വീട്ടിൽ വെച്ച് മറന്നത് നീയോ അവനോ? മഫ്ലർ സെറ്റാ? പിന്നെ കൂടെ നിന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നീയല്ലേ? അപ്പൊ നിങ്ങൾ വെച്ചതെടുക്കാൻ വന്നല്ല. എന്തു വെച്ചത്? അത് ഏയ്, നീ ഇവിടെ വാ. റെഡി. ശരി, എന്താ വെച്ചത്? ഏയ്, എന്താ വെച്ചത് പറയടാ. ഇല്ല സാർ, ഞാൻ മറന്നു വെച്ചത് നിങ്ങൾ കൊണ്ടുവന്നില്ലോ പറഞ്ഞു. അതല്ല കൊണ്ടുവന്നേ. ഇന്നമ്മേ വളരെ നന്ദി മോനെ. അവിടെ ഭയങ്കര തണുപ്പാ. ഇതില്ലെങ്കിൽ ഒറ്റയടിക്ക് മോളി പോകും. ഇപ്പൊ മാത്രം എന്താ പോകില്ലെന്നാണോ വിചാരം? താങ്കളുടെ വിചാരണയൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു. പോയല്ലോ. മച്ചാ നന്നായിട്ട് ആഘോഷിക്കേ. എല്ലാരും പോയിട്ട് വാ. നിക്ക്, നീയും ഞങ്ങളുടെ കൂടെ വാ. അമ്മമ്മേ, അവനെ വിളിക്ക. അവൻ വന്നാ എല്ലാവർക്കും തുണയായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അയ്യോ, വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുക. ഞാൻ വരുന്നില്ല. അതൊക്കെ അവിടെ കിടക്കട്ടോ. നീ ഡാർജിലിംഗ് കണ്ടിട്ടില്ലോ? വാ, നമുക്ക് വാ. ഡാർജിലിംഗ് ഞാൻ തനിയെ പോയിക്കളാം. ഇതിനകത്ത് സീറ്റേ ഇല്ല. അയ്യോ, എന്റെ സീറ്റ് ഞാൻ തരാം. എല്ലാരും പറയും എങ്കിലും അവൻ വരുവുള്ളൂ. നല്ല ജോലിയായിരിക്കും. ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്ക്. അയ്യോ സാറ് പറഞ്ഞ ഇവൻ കേക്കും. നീ അകത്ത് പോ. കണ്ട സാറും പറഞ്ഞു വാ. ശരി, ഒന്നിച്ച് പോവാൻ നമുക്ക് വാ. വിട്. ഏയ്, എന്താ ഇത്? പേടി പോയോ? മറ്റുള്ളവരുടെ കൂടെ വെച്ചവനിക്കാവുമ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് വേറെ പണിയില്ല. എല്ലാത്തിനും ഒരു കയ്യടിയാ. ഇവിടെ നോക്കളിയാ, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവസാനമായി നിനക്കൊരു ചാൻസ് തരാം. എനിക്ക് നീ എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞ് വണ്ടി നിർത്തിച്ച് അടി വെച്ചിരിക്കുന്ന ബോംബ് അഴിച്ച് നിന്റെ ബാഗിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ. എനിക്ക് എന്റെ ജീവനെ പറ്റി പേടിയില്ല. പിന്നെ അയാളുടെ ജീവന പ്രധാനം. അതെ, ടൈം എന്തായി? 8:30 മുരുക. 8:30. എന്താ ഇത്? ദേവി കന്യാകുമാരി പടത്തിൽ കാണുന്നത് പോലെ ഒരേ പുകക്കൂട്ടമാണല്ലോ. എന്ന് വെച്ച് സ്വർഗത്തിൽ വന്നിരിക്കുവാണോ? ആരാ ഇതൊക്കെ? നമ്മുടെ കൂട്ടമാണല്ലോ. സ്വർഗത്തിൽ ജോഡിയായി തന്നെ നടക്കുന്നല്ലോ. ഇതാരാ? നമ്മുടെ അമ്മ. സ്വർഗത്തിൽ മേക്കപ്പോടെ തന്നെ നിൽക്കുന്നതൊക്കെ. ഇതാരാ? ആകെ ഇവനാ. ഇവിടെയെങ്കിലും ആരേലും ഇവനൊരു ചാൻസ് കൊടുക്കും. ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ. നിങ്ങളെ രക്ഷിക്കാനായി പെടപ്പാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുമായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ, ഒക്കെ സത്യ. സാരമില്ല, ബോധങ്ങൾ തിരിച്ചു കിട്ടിയല്ലോ. രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയർ പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയർ പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല, ഡാർജിലിംഗ്. അത് ശരി. ബോംബ് എന്തിയെ? ടയർ മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതില് ഞാനുണ്ടായിരുന്നില്ലേ. ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പോ പൊട്ടും എങ്ങനെ പൊട്ടും ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റായിട്ട് പൊട്ടും. ആ ജഡ്ജിന് ഡാർജിലിംഗിൽ അമ്മച്ച ഡമാർ.